ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി ഇതിന് താഴെ ഒരു പ്രോബ്ലം കൂടിയുണ്ട്. എ ചൈൽഡ് ഓഫ് മാസ് 40 കിലോഗ്രാം സിറ്റിംഗ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം അനദർ ചൈൽഡ് ഓഫ് മാസ് 50 കിലോഗ്രാം. അപ്പോൾ രണ്ട് കുട്ടികളുണ്ട്. ഒരു കുട്ടിയുടെ മാസ് 40 കിലോഗ്രാം ആണ്, മറ്റൊരു കുട്ടിയുടെ മാസ് 50 കിലോഗ്രാം ആണ്. കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. 1 മീറ്റർ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതേപോലെ കാൽക്കുലേറ്റ് ചെയ്തൂടെ. ഇനി അവിടെ ജിയുടെ വാല്യൂം കൂടി ഒരു കൊടുത്തിട്ടുണ്ട്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ അവരെ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ആ വാല്യൂം കൂടി കൊടുത്തുകൊണ്ട് അതൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. സ്വന്തമായിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ഒരു ആൻസർ കിട്ടും. നോക്കി നിങ്ങൾ, ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 0.0000000 എന്ന് പറഞ്ഞിട്ട് കുറേ ചെറിയൊരു സംഖ്യ അല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ചെറിയൊരു അട്രാക്റ്റീവ് ഫോഴ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാത്തത്, ശരിക്കൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നും ഫീൽ ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റിനും കൂടി ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എ ബോഡി ഓഫ് മാസ് 50 കിലോഗ്രാം അനദർ ബോഡി ഓഫ് മാസ് 60 കിലോഗ്രാം ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടില്ല നിങ്ങൾ. അത് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. ജിയുടെ വാല്യൂ 6.67 ഇൻറ്റു 10⁻⁻11 എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ഇനി കെപ്ലേഴ്സ് ലോൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കെപ്ലേഴ്സ് ലോ എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, +1 ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം അടുത്ത ടോപ്പിക്ക് നോക്കുക. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്താ നമുക്ക് നോക്കാം. ഇഫ് ദ മാസ് ഓഫ് എർത്ത് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എം ആൻഡ് റേഡിയസ് എന്തും കൊടുത്തു, ആർ എന്നും കൊടുത്തു. ഇറ്റ് ഈസ് ദ റേഡിയസ് ആൻഡ് എം ഈസ് ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ മാസിനെ സ്മാൾ ലെറ്റർ എം കൊടുത്തു. ആൻഡ് പ്ലേസ്ഡ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫേസിൽ അത് വെച്ചു. വാട്ട് വിൽ ബി ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദം. അതിൻ്റെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കുന്നു. എന്താ ചെയ്യേണ്ടി, നമ്മളെ സാധാരണ ഇക്വേഷൻ എന്താ, F=G m1m2/r(d²) എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ M1 ഒന്നാമത്തെ ബോഡി എന്ന് പറയുന്നത് എർത്താണ്. എർത്തിൻ്റെ മാസിന് നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ എം അല്ലേ. രണ്ടാമത്തെ ബോഡി എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫേസിലിരിക്കുന്ന സാധനം, അതിൻ്റെ മാസിന് നമ്മൾ എന്താ പറഞ്ഞത്, സ്മാൾ ലെറ്റർ എം അല്ലേ. പിന്നെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് എർത്തിൻ്റെ സർഫേസിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ നോക്കണ്ട്, അതല്ലേ റേഡിയസ് എന്ന് പറയണത്. അപ്പോൾ റേഡിയസിന് R എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കി നിങ്ങൾ, F=Gmm/r² എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടൂലേ, ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതാണ് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ. ഇനി ആ ഇക്വേഷനിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോളി നിങ്ങൾ. ഈസ് ദ എർത്ത് റിയലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. എർത്ത് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രേ ഉള്ളൂ. ഇതിപ്പോൾ നോക്കുക, ജി എന്നുള്ളത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, എം എന്നുള്ളത് എർത്തിൻ്റെ മാസ്, ചെറിയ എം ഒബ്ജക്റ്റിൻ്റെ മാസ്, r² എന്നുള്ളത് എർത്തിൻ്റെ റേഡിയസ്. എർത്തിൻ്റെ ഷേപ്പ് എല്ലാ ഒരേപോലെയാണോ, അല്ലെങ്കിൽ എന്താ പറയുക, കറക്റ്റ് ഒരു സ്ഫിയർ ഒന്നല്ലല്ലോ, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോള് ഇക്വേറ്റർ എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടിലേക്കും റേഡിയസ് വരച്ചിട്ടുണ്ട്. രണ്ട് റേഡിയസ് ഒരേ വലുപ്പത്തിലാണോ വരച്ചിട്ടുള്ളത്? അല്ലല്ലോ. പോൾസിലേക്കുള്ള റേഡിയസ് കുറവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. റേഡിയസ് ഇക്വേഷനിൽ താഴത്തല്ലേ ഉള്ളത്, Gmm/r² എന്നാണ്. അപ്പോൾ റേഡിയസ് താഴെയാണ്. അങ്ങനെ റേഡിയസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും. അതായത് പോൾസിലേക്കുള്ള റേഡിയസ് കുറവല്ലേ, അപ്പോൾ അവിടേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അത് നിങ്ങളൊരു പോയിൻ്റ് ആക്കിയിട്ട് എഴുതണം കേട്ടോ. ഇക്വേഷൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് എഴുതാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറ്റ് പോൾസ് ഈസ് ഗ്രേറ്റർ ബിക്കോസ് റേഡിയസ് ടു പോൾ ഈസ് ലെസ്സർ അല്ലേ. റേഡിയസ് കുറവാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, എന്ത് കൂടും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും. ഇനി ഇക്വേറ്ററിലേക്ക് നോക്കുക, റേഡിയസ് കൂടുതലാണ്, അപ്പോൾ എന്ത് ചെയ്യും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും. ഓക്കെ, ഇത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എവിടെയാണ് മാക്സിമം ഉണ്ടാവുക? ഇസ് ദ റേഡിയസ് ഓഫ് എർത്ത് സെയിം എവരിവർ. എല്ലായിടത്തും സെയിം ആണോ? അല്ല. വേർ ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് റേഡിയസ് ഇസ് മാക്സിമം. എവിടെയാണ്? ഇക്വേറ്ററിലേക്ക് റേഡിയസ് മാക്സിമം ആണ്. വെർ ഇസ് ദ മിനിമം? പോൾസിൽ അത് മിനിമമാണ്. അറ്റ് വിച്ച് പാർട്ട് ഓഫ് ദ എർത്ത് ബോഡി പ്ലേസ് ടു എക്സ്പീരിയൻസ് മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ല എവിടെയായിരിക്കും? പോൾസിലാണ്. മിനിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ല എവിടെയായിരിക്കും? ഇക്വേറ്ററിലായിരിക്കും. ഇഫ് എ ബോഡി ബീങ് കണ്ടിന്യൂസ്ലി റൈസ്ഡ് ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത്, what happened to the force of attraction?
നമ്മളൊരു ബോഡീനെ എർത്തിൻ്റെ സർഫേസിൽ നിന്ന് ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കൂടി കൂടി വരൂലേ? ഡിസ്റ്റൻസ് കൂടി കൂടി വരുമ്പോൾ അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് നോക്കുക, മനസ്സിലായിനോ? അതായത് ഈ എർത്തിൻ്റെ സർഫേസിൽ നിന്ന് വീണ്ടും മേലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ ആ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ആ മാസ് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടൂലേ? ഡിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് നമ്മൾ താഴെയല്ല എഴുതുക. ഡിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതാണ് അവിടുത്തെ ആൻസർ. ഇമാജിൻ ദാറ്റ് ദ ബോഡി ഈസ് മൂവ്ഡ് ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത് ടു ഇറ്റ്സ് സെൻറ്റർ. വാട്ട് ഹാപ്പൻ? അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഭൂമി അങ്ങനെയാണെങ്കിൽ താഴേക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്ക് ഇങ്ങനെ ഭൂമി എർത്തിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ അട്രാക്റ്റീവ് ഫോഴ്സിന് എന്താ വരിക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സന്ദേശം ഡിസ്റ്റൻസ് കുറയല്ലേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ തോന്നും അതെന്നാൽ പിന്നെ ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടണം അല്ലേ? പക്ഷേ ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടല്ല ചെയ്യുക. താഴേക്ക് പോകുമ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താ എന്നുള്ളത് ഇപ്പോൾ തൽക്കാലങ്ങൾ മനസ്സിലാക്കേണ്ട. അത് നമുക്ക് എന്ത് ചെയ്യുക? +1 എത്തുമ്പോൾ പഠിക്കുക. കാരണം അത്രയേ ഉള്ളൂ, ഭൂമിയുടെ മാസ് എടുക്കുമ്പോൾ അതിന് താഴേക്കുള്ള മാസ് എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ മാസിൽ കുറവുണ്ടാവുന്നത് കൊണ്ടാണ് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ എർത്തിൻ്റെ സർഫേസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. എർത്തിൻ്റെ സർഫേസിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ല എവിടെയായിരിക്കും? എർത്തിൻ്റെ സർഫേസിൽ. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് എവിടെ ഉണ്ടാവുക? എർത്തിൻ്റെ സർഫേസിലാണ്. മുകളിലേക്ക് പോയാലും കുറയും, താഴേക്ക് വന്നാലും എന്ത് ചെയ്യും? അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. നെക്സ്റ്റ് ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മളിപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് നമുക്ക് കിട്ടുന്നൊരു ഇക്വേഷൻ ഉണ്ട്, F=ma. അതിന് A=F/m എന്ന് എഴുതിയാൽ മതി. നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഒരു ബോഡി ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അതിന് ആക്സിലറേഷൻ ഉണ്ടാവും. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ഉണ്ട്. ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ആക്സിലറേഷൻ ഉണ്ടാകും. അങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നമ്മൾ വിളിക്കുക. അതിന് നമ്മൾ കൊടുക്കാറുള്ളത് സ്മാൾ ലെറ്റർ G എന്നുള്ള ലെറ്ററാണ്. നമുക്കറിയാം അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് F=Gm/r² ആണ്. എർത്തിൻ്റെ സർഫേസിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, F=Gm/r² എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? F=ma എന്നുള്ളതിന് പകരം A എന്നതിന് പകരം നമുക്ക് ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് G എന്ന് കൊടുത്തു. അങ്ങനെ F=mg എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലേ? Fന് mg എന്നും കൊടുത്തു, പിന്നെ Fന് Gmm/r² എന്നും കൊടുത്തു. രണ്ടും കൂടി ഈക്വലാണ്. രണ്ട് സൈഡിലും ഒരുപോലെ ഉള്ളതാണ് സ്മാൾ ലെറ്റർ M. ആ സ്മാൾ ലെറ്റർ M രണ്ട് സൈഡിലും വെട്ടിക്കളയുക. ബാക്കി എന്താ ഉണ്ടാവുക? G=Gm/r² എന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഒന്ന് നോക്കി, ആ ഇക്വേഷനിൽ ഒബ്ജക്റ്റിൻ്റെ മാസിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ആ ഇക്വേഷനിൽ നിങ്ങൾ നോട്ടിൽ എഴുതണം കേട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതിയിട്ട് ഈ ഇക്വേഷൻ മാത്രം നോട്ടിലൊന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ താഴെ പറയുന്ന പോയിന്റ് നിങ്ങൾ എഴുതി കൊടുക്കണം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ എന്തൊക്കെയുണ്ട് ആ ഇക്വേഷനിൽ? സ്മാൾ ലെറ്റർ G = ക്യാപിറ്റൽ ലെറ്റർ G ഉണ്ട്. അതെന്താ? യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്. അതെല്ലായിടത്തും സെയിം ആണ്. പിന്നെ M, ആ M എന്താണ് അവിടെ? ക്യാപിറ്റൽ ലെറ്റർ M അല്ലേ? അത് എന്തിൻ്റെ മാസാണ്? എർത്തിൻ്റെ മാസാണ്. എർത്തിൻ്റെ മാസം എന്നും ഒരേപോലെ ഉണ്ടാവുമല്ലോ. പിന്നെ R², R എന്താ? റേഡിയസ് ഓഫ് എർത്ത് ആണ്. അല്ലാതെ ഒബ്ജക്റ്റിൻ്റെ മാസ് അവിടെ പറയുന്നുണ്ടോ? ഇക്വേഷനിലുണ്ടോ? ഇല്ലല്ലോ. ഒബ്ജക്റ്റിൻ്റെ മാസ് ഇല്ല, ഒബ്ജക്റ്റിൻ്റെ വലുപ്പമില്ല, നീളമില്ല, ഒന്നുമില്ല. ഒബ്ജക്റ്റിൻ്റെ ഒരു കാര്യം പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം നിങ്ങൾ? ഏത് ഒബ്ജക്റ്റ് എടുത്താലും അതിനൊക്കെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് സ്മാൾ ലെറ്റർ G യുടെ വാല്യൂ സെയിം ആയിരിക്കും. ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും അതിനൊക്കെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതിൻ്റെ ഏകദേശം വാല്യൂ എർത്തിൽ എന്ന് പറയുന്നത് 9.8 ആണ്. 9.8 ആണ്. ഓക്കെ. ഫ്രം ദിസ് ഫൈൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ വാല്യൂ ഓഫ് G ആൻഡ് റെക്കോർഡ് ദം. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ചെയ്യുന്നത്? മാസ് ഓഫ് ദ എർത്ത് ഡിപ്പെൻഡ്. അങ്ങനെ എഴുതണം കേട്ടോ. ഈ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് എന്ന് പറഞ്ഞിട്ട് മാസ് ഓഫ് ദ എർത്ത് പിന്നെ റേഡിയസ് ഓഫ് എർത്ത്, ആ രണ്ട് കാര്യങ്ങളാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മാസ് ഓഫ് ദ ബോഡി. കണ്ടില്ല നമ്മൾ? ഇറ്റ് വിൽ ബി ദ സെയിം ഫോർ ഓൾ ബോഡീസ് ഫാളിങ് ടു ദ എർത്ത്. ഇതെല്ലാ ബോഡീസിനും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലാ ബോഡീസിനും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ ആ പോയിൻറ്റും കൂടി നിങ്ങൾ നോട്ടിൽ എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി ആ ജിയുടെ വാല്യൂ അവർക്ക് കൊടുത്തിട്ട് കിട്ടിയതാണ് 9.8 m/s² ആണ് കിട്ടിയത്. ഇനി ജിയുടെ വാല്യൂവും ഇതിലും ഇവിടെ റേഡിയസിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. റേഡിയസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ റേഡിയസ് കൂടുതലുള്ളത് ഇക്വേറ്ററിലാണ്. റേഡിയസ് കൂടുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അതായത് ഇക്വേറ്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, പോൾസിൽ റേഡിയസ് കുറവാണ്, അതുകൊണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. പോൾസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. ഇക്വേറ്ററിൽ കുറവ്, പോൾസിൽ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, എർത്തിൻ്റെ സർഫേസിൽ അത് മാക്സിമം ആയിരിക്കും. മുകളിലേക്ക് പോകുമ്പോൾ റേഡിയസ് ഹൈറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. എർത്തിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിലായിരിക്കുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര ആയിരിക്കും എന്ന് അറിയുന്നത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സെൻറ്ററിലായിരിക്കുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 എന്നുള്ളതാണ് കിട്ടുക. ഓക്കെ, അതും കൂടി നോട്ടിൽ നിങ്ങൾ അത്രയും കാര്യങ്ങൾ എഴുതണം കേട്ടോ. എന്തൊക്കെ എഴുതണം? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ഇക്വേറ്റർ ഈസ് മിനിമം. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പോൾസ് ഈസ് മാക്സിമം. പിന്നെ എഴുതണം, എന്താ എഴുതണ്ടേ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് സർഫേസ് ഓഫ് എർത്ത്. അടുത്തത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഡിക്രീസിങ് വെൻ ബോഡീസ് മൂവ് ടു ഡെപ്ത്ത്. ആഴത്തിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 0 അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത്. ഇത്രയും പോയിൻറ്റ്സുകൾ നിങ്ങൾ നോട്ടിൽ എഴുതി കൊടുക്കണം. ഓക്കെ, ഞാൻ സ്പീഡ് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിപ്പീറ്റ് അടിച്ചിട്ട് കേൾക്കട്ടോ, എന്നിട്ട് നോട്ടിൽ എഴുതണം. ഓക്കെ, എപ്പോഴാണ് മിനിമം ഉണ്ടാവുക? അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കാം. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. If a stone of mass 50 kg and another of mass 5 kg is falls down simultaneously from the top of a 5-story building, which one will be reach the ground first? ഏതാണ് ആദ്യം ഗ്രൗണ്ടിലെത്തുക? രണ്ടിനും ഉണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം അല്ലേ? അപ്പോൾ ആദ്യം ഗ്രൗണ്ടിലെത്തുക? രണ്ടാളും ഒരുമിച്ച് താഴെ എത്തണം. നിങ്ങൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, അതെങ്ങനെ, മാസ് കൂടിയ സാധനമല്ലേ ആദ്യം എത്തേണ്ടി എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതിനാണ് അങ്ങനെ ഒരു ഡൗട്ട് പണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളെ ന്യൂട്ടൺ വന്നാണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയത്. ന്യൂട്ടൺ എന്താ ചെയ്തു എന്ന് അറിയുങ്ങൾ? ഇതേപോലത്തെ 2 ഗ്ലാസ് ട്യൂബുകൾ എടുത്തു. അതിലൊന്ന് ഇവാക്യുവേറ്റഡ് പറഞ്ഞാൽ എയർ ഒന്നും ഇല്ലാത്ത സ്ഥലം. ഒന്ന് ട്യൂബ് ഫില്ലഡ് വിത്ത് എയർ കൊണ്ട് ഫില്ല് ചെയ്ത ട്യൂബ് എടുത്തു. എന്നിട്ട് ന്യൂട്ടൺ ഒരു കാര്യം ചെയ്തു, അതിലേക്ക് ഒരു കോയിനും അതേപോലെ തന്നെ ഒരു തൂവലും ഇട്ട് നോക്കി. അപ്പോൾ ആദ്യം എയർ ഉള്ളതിലേക്ക് ഇട്ട് നോക്കി. അപ്പോൾ എന്താ ഉണ്ടായെന്നറിയോ? കോയിന് നേരെ താഴത്തേക്ക് തൂവലിങ്ങനെ സാവധാനമാണ് താഴത്തേക്ക് എത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയാണോ നമ്മൾ പറഞ്ഞത്? രണ്ടും ഒരുമിച്ച് താഴെ എത്തുന്നല്ലേ, പിന്നെ എങ്ങനെ തൂവൽ പതുക്കെ എത്തുക? തൂവൽ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എയർ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിച്ചുകൊണ്ടാണ് താഴേക്ക് എത്തുക. എന്നാൽ പിന്നെ ഇവാക്യുവേറ്റഡ് ട്യൂബിൽ രണ്ടും കൂടി ഇട്ട് നോക്കിയപ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയുങ്ങൾ? രണ്ടും ഒരേ സമയത്ത് താഴേക്ക് എത്തി ഇവാക്യുവേറ്റഡ് ട്യൂബിലായപ്പോൾ. അതിനർത്ഥം രണ്ടിനും ഉണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? രണ്ടും ഒരുമിച്ച് താഴെ എത്തി എന്നുള്ളതാണ്. മാസ് ഒരിക്കലും ആക്സലറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, മാസും വെയ്റ്റും അത് രണ്ടും എന്താണ് എന്ന് പറയുകയാണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാസ് ഈസ് ദ മാറ്റർ കണ്ടെയ്ൻ ഇൻ എ ബോഡി. ഒരു ബോഡിയിൽ എത്രത്തോളം മാറ്റർ ഉണ്ട് എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയാം. മാസ് എവിടെ എപ്പോൾ എങ്ങനെ നോക്കിയാലും സെയിം ആയിരിക്കും. നമ്മളിപ്പോൾ 2 കിലോഗ്രാം മാസുള്ള ഒരു സാധനമാണെങ്കിൽ ആ മാസുള്ള സാധനം അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് നോക്കിയാലും യൂറോപ്പ് കൊണ്ടുപോയിട്ട് നോക്കിയാലും ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി നോക്കിയാലും നമ്മളെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് നോക്കിയാലും ഒക്കെ ഒരേ മാസമായിരിക്കും, 2 കിലോഗ്രാം തന്നെ ആയിരിക്കും. ഇനി അത് ഒരാളെന്ത് ചെയ്തു ബഹിരാകാശത്ത് പോയിട്ട് നോക്കിയാലും പിന്നെ ചന്ദ്രനിൽ പോയിട്ട് നോക്കിയാലും ഒക്കെ അതിൻ്റെ മാസ് സെയിം ആയിരിക്കും. ഇനി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞില്ല നമ്മൾ, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെയ്റ്റ് എന്ന് പറയാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെയാണ്, അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ശരിക്കും വെയ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം വെയ്റ്റ് ഒരിക്കലും എല്ലാ സ്ഥലത്തും സെയിം അല്ല. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എല്ലായിടത്തും സെയിം ആണോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇക്വേറ്ററിൽ കുറവായിരിക്കും, പോൾസിൽ കൂടുതലായിരിക്കും, എർത്തിൻ്റെ സർഫേസിൽ മാക്സിമം ആയിരിക്കും,
പിന്നെ എർത്തിൻ്റെ സെൻറ്ററിൽ 0 ആയിരിക്കും. എർത്തിൻ്റെ സർഫേസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് കുറഞ്ഞു വരും. എർത്തിൻ്റെ സർഫേസിൽ നിന്ന് താഴേക്ക് ഡെപ്തിലേക്ക് വരുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ഇതൊക്കെ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. അപ്പോൾ വെയിറ്റും അതേപോലെയാണ്. വെയിറ്റിന് ഈ കുറവുണ്ടാവും. എർത്തിൻ്റെ സെൻറ്ററിലായിരിക്കുമ്പോൾ 0 ആയിരിക്കും. പിന്നെ അത് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അത് വ്യത്യസ്തമായിരിക്കും വെയിറ്റ്. കാരണം വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഇനി ഒരു വെയിറ്റിന് വേറൊരു ഇക്വേഷൻ പോലും വെറുതെ ഉണ്ടാക്കിക്കണു. F=gm/r² നമ്മളെ സാധാരണ ഇക്വേഷന്. അതിൽ ആ എം മാത്രം പുറത്തേക്ക് എടുത്തിട്ട് gm/r² ഇങ്ങനെ എഴുതി കൂടെ അതിനെ. പിന്നെ gm/r² എന്ന് പറഞ്ഞാൽ സ്മാൾ ലെറ്റർ g അല്ലേ, അപ്പോൾ അതവിടെ കൊടുത്തു. നോക്കി നിങ്ങൾ F=mg എന്നുള്ള ഇക്വേഷൻ അവിടെ കിട്ടി. ഇതാണ് അവിടെ ഉണ്ടായത്. ഇനി ഇവിടെ 2 ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് കോമൺ ബാലൻസും സ്പ്രിംഗ് ബാലൻസും. കോമൺ ബാലൻസ് എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ മാസ് നോക്കാനുള്ള സാധനമാണ്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. കോമൺ ബാലൻസ് ഈസ് യൂസിങ് ടു ഫൈൻഡ് മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ്. സ്പ്രിംഗ് ബാലൻസ് എന്തിനാണ് യൂസ് ചെയ്യാന്നറിയോ? സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. സ്പ്രിംഗ് ബാലൻസ് വെയ്റ്റ് കാണാനും കോമൺ ബാലൻസ് മാസ് കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. മാസ് ഈസ് മെഷേർഡ് യൂസിങ് കോമൺ ബാലൻസ്. മാസ് നമ്മൾ കോമൺ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യും. സ്പ്രിംഗ് ബാലൻസ് ഈസ് യൂസ്ഡ് ടു മെഷർ വെയ്റ്റ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് മെഷർ ചെയ്യും? വെയ്റ്റ് മെഷർ ചെയ്യും. ഓക്കെ, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. നോട്ടിൽ പ്രോബ്ലംസ് എഴുതണം. നെക്സ്റ്റ് ആണ് ഫ്രീ ഫാൾ. അതും കൂടിയുള്ളൂ. ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ബോഡി താഴേക്ക് വീഴുക, അതിനെയാണ് നമ്മൾ ഫ്രീ ഫാൾ എന്ന് പറയുക. വാട്ട് ഹാപ്പൻ ടു ദ പെൻസിൽ വെൻ ഇറ്റ് ഈസ് ലെറ്റ് ഗോ ഫ്രം എ ഹൈറ്റ്. ഒരു പെൻസിൽ മുകളിൽ നിന്ന് താഴേക്ക് കിട്ടും. എന്താ സംഭവിക്കുക? അതിങ്ങനെ ഭൂമിയിലേക്ക് വീഴും. സപ്പോസ് എ സ്പ്രിംഗ് ബാലൻസ് വെയ്റ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം ഇറ്റ് അലോ ടു ഫാൾ. നമ്മൾ ഒരു കാര്യം കൂടി നോക്കുക. നമ്മളൊരു സ്കല്ല് ഒരു സ്പ്രിംഗ് ബാലൻസിൽ എന്താ കാണിക്കുക? വെയിറ്റ് ആണ്. അത് ഇട്ടാണ്ട് താഴേക്ക് ഇടുക. അപ്പോൾ ആ സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ് എത്ര കാണിക്കുക എന്നറിയങ്ങൾ? 0 എന്നാണ് കാണിക്കുക. അപ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലേ? ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യും? ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അവിടെ ആക്സലറേഷനായിട്ട് മാറുന്നത്. താഴേക്ക് വീഴുമ്പോൾ ഒരു ആക്സലറേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മുഴുവനായിട്ടും ആക്സലറേഷനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ മനസ്സിലാക്കുന്ന എക്സാമിന് ചോദിക്കുന്ന ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഫ്രീ ഫാളിങ്ങിലുള്ള ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഫ്രീ ഫാളിങ്ങിലുള്ള ബോഡിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. വെയിറ്റ് എത്രയാണ്? 0 എന്നുള്ളതാണ്. ഫ്രീ ഫാളിങ്ങിലുള്ള ബോഡിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് 0 ആയിരിക്കും. അത് മാത്രം നിങ്ങൾ നോട്ടിലൊന്ന് പോയിൻ്റ് ആക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ബാക്കിയുള്ളൊന്നും നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ എഴുതി പഠിക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗം കിട്ടാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അതുപോലെ തന്നെ ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എത്ര ക്വസ്റ്റ്യൻസാണ്? 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 6 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഒന്ന് എഴുതുക കേട്ടോ. അതിലും കിട്ടാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, താങ്ക് യു.